Dear students, next topic we are going to discuss is regarding role and importance of capital budgeting. Capital budgeting importance എത്രത്തോളമാണ് അതിൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യൽ ആണ്, ക്രിട്ടിക്കൽ ആണ്, ഇസിൻ്റെ. കാരണം ഇത് വന്നിട്ട് എന്തിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ പറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇസിൻ്റെ. അത് കാരണം അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ് ആകുമ്പോൾ ഹ്യൂജ് ഫണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ നമ്മൾ എടുക്കുന്ന എന്താണ്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ കമ്പനിയുടെ ലോങ് ടേം അസറ്റിൽ, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ത്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഇനി സെക്കൻഡ് വൺ എന്താണ്? ലോങ് ടേം ഇംപ്ലിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ലോങ് ടേം ഇംപ്ലിക്കേഷൻ ആണ് ഏതിന് നടക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നടക്കുന്നത്. ഇറ്റ് എഫക്ട്സ് എന്താണ്? ലോങ് ടേം ആണ്. ദാറ്റ് ഈസ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ ഫ്യൂച്ചറുള്ള ഇൻഫ്ലോസിനും എല്ലാം എന്താണ്? ലോങ് ടേം ആണ്. ഒരുപാട് വർഷങ്ങളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്. അതേപോലെ ലോങ് ടേം ആയിട്ടുള്ള സോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ടേം ആയതുകൊണ്ട് തന്നെ വെരി കെയർഫുൾ ആയിരിക്കണം നമ്മളുടെ എല്ലാ ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ഇനി തേർഡ് വൺ പറഞ്ഞത് ഇറിവേഴ്സിബിൾ ഡിസിഷൻ ആണ്. വൺസ് ടേക്കൺ ഈസ് ടേക്കൺ. വൺസ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് തന്നെയാണ്. പിന്നീട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇറിവേഴ്സിബിൾ ഡിസിഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം? വെരി കെയർഫുൾ ആയിരിക്കണം. എന്തിനാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി ക്രൂഷ്യൽ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ ഡിസിഷൻ എടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം. ഇനി ഫോർത്ത് വൺ പറയുന്നത് റിസ്ക്. നമ്മൾ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് എന്താണ്? ഫ്യൂച്ചറിലാണ്, അല്ലേ? ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദാറ്റ് ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതെന്താണ്? റിസ്കിയാണ്. വലിയ വലിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇൻവോൾവ്സ് എന്താണ്? ഹൈ ലെവൽ ഓഫ് റിസ്ക്കും എന്താണ്? ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞത് ഒരുപാട് റിസ്ക് ഇൻവോൾവ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ ഇതിൽ പറയാൻ കാരണം എന്താണ്? റിസ്ക് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ഫണ്ട്സ് ആർ ഇൻവോൾവ്. കാരണം ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഒരുപാട് ഫണ്ട് ഇൻവോൾവ് ആണ്. വൺസ് നമ്മൾ എടുത്ത ഡിസിഷൻ ഫെയിലിയർ ആണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹ്യൂജ് ലോസസ് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അതെന്താണ്? റിസ്കി എന്ന് പറയാൻ കാരണം. The next one, current funds are invested but the benefits are realized over future year. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കറണ്ട് ഫണ്ട്സ് വന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫ്യൂച്ചർ ഇയേഴ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് റിസ്ക് എന്നും പറയാൻ കാരണം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഇറിവേഴ്സിബിൾ. ഇനി ഇതിൻ്റെ ഡിസിഷൻ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അതിനെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അതിന് റിസ്ക് എന്നും പറയാൻ കാരണം. ദെൻ ജസ്റ്റേഷൻ പീരീഡ് ഈസ് ഓൾസോ ലോങ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടുന്ന ആ പീരീഡ്, ആ ജസ്റ്റേഷൻ പീരീഡ് പറയുന്നത് വെരി ലോങ് പീരീഡ് ആണ്. അപ്പോൾ ആ ലോങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസും കോൺസിക്വൻസസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അതെന്താണ്? റിസ്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിസ്കി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബെനിഫിറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിലാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. അതേപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞത് ഇറിവേഴ്സിബിൾ ആണ്. വൺസ് ടേക്കൺ ഈസ് ടേക്കൺ ആണ്, അതിന് മാറ്റാൻ പറ്റില്ല. അതേപോലെ ജസ്റ്റേഷൻ പീരീഡ് ലോങ് പീരീഡ് ആയതുകൊണ്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഡിസിഷൻസ് പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞാൽ റിസ്കി ആണെന്ന് പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഗ്രോത്ത്.
സോറി. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ഗ്രോത്തിന് ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ദ ഫേം. നമ്മൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനേയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ എത്രത്തോളം ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. ക്യാഷ് ഇൻഫ്ലോസ് ആർ ജനറേറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവുകയാണ്, ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഇൻഫ്ലോ ഓഫ് ഫണ്ട് പറയുന്നത് എപ്പോഴാണ്? ഫ്യൂച്ചറിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അത് എന്തിനേയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്രോത്തിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഇമ്പാക്ട് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഇനി ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്തിനേയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫേംസിൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ കൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്ട് ദ കപ്പാസിറ്റി ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫേം ടു ഫേസ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ്, ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ് ഏത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ എന്താണ് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനുള്ള എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സോ ബിക്കോസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എഫക്ട് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് ദ ഫേം. കാരണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പറയുന്നത് ഫ്യൂച്ചറിലാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇപ്പോൾ ബെനിഫിറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ട്, എപ്പോൾ കിട്ടും, അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്താണ് കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യുന്നത്, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞാൽ ഒരു ഫേമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ക്രൂഷ്യലും ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്കാണ്. കാരണം വൺസ് എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല, ഫ്യൂച്ചറിലാണ് കിട്ടാൻ പോകുന്നത്. സോ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണെന്ന് പറയാൻ കാരണം. ഇനി അത് ഡിഫിക്കൽട്ടാണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? അൺസർട്ടനിറ്റി ഓഫ് ദ ഫ്യൂച്ചർ. കാരണം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചർ പറയുന്നത് എന്താണ്? എപ്പോഴും അൺസർട്ടൺ ആണ്. ഇനി സെക്കൻഡ് വൺ എന്താ പറയുന്നത് നോക്കുക, ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ ദ ഫ്യൂച്ചർ ഇയേഴ്സ് ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും എന്താണ്? ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റിസ്ക്. ആൻഡ് മോർ റിസ്ക് നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി ഫോർത്ത് പോയിന്റിൽ പറഞ്ഞു എന്താണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞാൽ റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് റിസ്ക് ഒരുപാട് ഇൻവോൾവ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഡിസിഷൻ എടുക്കാനും ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കാരണം. Moreover, the benefit and cost are affected by economic, political and technological forces. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ആയിക്കോട്ടെ, ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ് ആയിക്കോട്ടെ, എന്തിനൊക്കെയാണ് ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് ടെക്നോളജീസിൽ ചേഞ്ചസ് വന്നു. ടെക്നോളജിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് എല്ലാം എന്തായി? വേസ്റ്റ് ആയി അല്ലേ? അതേപോലെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് എന്തെങ്കിലും പുതിയ പോളിസീസും പുതിയ സ്ട്രാറ്റജീസും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തിനെ എഫക്റ്റ് ചെയ്തു? നമ്മുടെ ബിസിനസ്സിനൊക്കെ എഫക്റ്റ് ചെയ്തു, ഇസന്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതെന്താണ് റിസ്ക് ആണെന്ന് പറയാൻ കാരണം. അതേപോലെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഡിസിഷൻ എടുക്കാമെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഡിസിഷൻ വെരി ഡിഫിക്കൽട്ടാണെന്ന് പറയാൻ കാരണം. ഇനി കോസ്റ്റ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ കോസ്റ്റ് കൺട്രോളും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റിനെ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദർ ഈസ് റെഗുലർ കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നുണ്ട് ആക്ച്വലും അതുപോലെ എക്സ്പെക്റ്റഡും അല്ലേ? ബഡ്ജറ്റ് ചെയ്തത് നമ്മളിപ്പോൾ ബഡ്ജറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. സോ ദസ് ദ കോസ്റ്റ് കൺട്രോൾ ഈസ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എങ്ങനെ? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മെയിൻ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻകം, അവരുടെ റിട്ടേൺ, അവരുടെ വെൽത്ത് എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക.
അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ദാറ്റ് ഈസ് ഏതൊരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട ഉദ്ദേശത്തോടു കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യലാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും എന്ത് മെയിൻ ഒബ്ജക്റ്റീവ് പറയുന്നത്. അപ്പോൾ ത്രൂ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ എന്ത് ചെയ്യാണ് കമ്പനീസ് വന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്സ് ടു അച്ചീവ് ദിസ് ബേസിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ത് ചെയ്യാനായി ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കൂ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ബിക്കോസ് ഓഫ് ദ ലാർജ് സൈസ് അല്ലേ. അപ്പോൾ ഒരു ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ലാർജ് ഫേമിലാണ് നമ്മുടെ എന്താണ് ലാർജ് സൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോങ് ടേം ആണ്. ലാർജ് നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലാർജ് സൈസാണ്, ലാർജ് ഔട്ട്ലേ ആണ്, ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്തിനും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസും കൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. There is an ever increasing trend towards the creation of larger business unit by amalgamation and globalization. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമാൽഗമേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിൾ ആക്കുന്നുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ അമാൽഗമേഷൻ? അമാൽഗമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഈക്വൽ ഫേംസിന് ജോയിൻ ടുഗെദർ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്തിട്ട് ഒരു ബിസിനസ് ഫേമായിട്ട് മാറുന്ന തന്നെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഈക്വൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരുപാട് കമ്പനി അല്ലേ, ഹീറോ പറഞ്ഞ കമ്പനി, ഹോണ്ട പറഞ്ഞ കമ്പനി രണ്ടും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയായി മാറി ഹീറോ ഹോണ്ട. ഇസ് ഇറ്റ് എക്സാമ്പിൾ? അപ്പോൾ ഈ അമാൽഗമേഷനും ഗ്ലോബലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ് വേൾഡ് വൈഡിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറയുമ്പോൾ ലോങ് ടേം ആണ്, ലാർജ് സൈസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ഒക്കെ ആ ബിസിനസ്സിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ബിസിനസ് പോളിസീസ് നമ്മൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് മറ്റുള്ള സ്റ്റേറ്റ്സിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലേക്ക്. എല്ലാ കൺട്രിയിലും സെയിം എക്കണോമിക് പോളിസീസ് ആണോ, സെയിം ഗവൺമെന്റ് പോളിസീസ് ആണോ ഉള്ളത്? അല്ല, ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ്റെ പോളിസീസ് ആയിരിക്കും അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലെ ഇൻഡസ്ട്രിയൽ പോളിസീസ് അല്ല, ഡിഫറെൻ്റ് ആണ്. കമ്പനീസ് ആക്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്, ഇസിൻ്റ്? അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ദാറ്റ് ഈസ് ആ കൺട്രിയുടെ എക്കണോമിക് പോളിസീസും അത് എന്തിനെ എഫക്ട് ചെയ്യും, നമ്മളുടെ ബിസിനസ്സിന് എഫക്ട് ചെയ്യും. സോ അതൊരു കോൺസിക്വൻസസ് ആണ്. അതേപോലെ തന്നെയാണ് സോഷ്യൽ കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഹെൻസ് ഇഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ബാഡ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് വുഡ് ബി വെരി സീരിയസ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ ബാഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് വി വോണ്ട് ടു ഫേസ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് എന്ത് ചെയ്യണം, ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലാർജ് ടേം ഇംപ്ലിക്കേഷൻ ആണ്, ഇറിവേഴ്സിബിൾ ഡിസിഷൻ ആണ്, റിസ്ക് ഇൻവോൾവ് ആണ്, ഗ്രോത്ത് ഉണ്ട്, ഇമ്പാക്ട് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആണ്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്, കോസ്റ്റ് കൺട്രോൾ ഉണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ, ആൻഡ് ഫൈനലി സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ബിക്കോസ് ഓഫ് ലാർജ് സൈസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റീസൺ അല്ലെങ്കിൽ റോൾ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോപ്പിക് ക്ലിയർ ആയോ?